പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് അതിൻ്റെ ഹ്യൂമാനിറ്റിയാണ്, മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതില്ലാതെ നമ്മൾ എന്ത് ടെക്നിക്കൽ ഗെമിക്സ് കാണിച്ചാലും, നമ്മൾ എത്രമാത്രം സ്പോർട്സ് സാവിയായിട്ട് ഒരു സിനിമ എടുത്താലും രക്ഷയില്ല. അതിനകത്ത് ദർ ഷുഡ് ബി എ ഹ്യൂമൻ സ്പിരിറ്റ്, ദർ ഷുഡ് ബി ഹ്യൂമാനിറ്റി, മാനവികത ഉണ്ടാവണം. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ. ഒരു അച്ഛൻ മകന് വേണ്ടി, എൻ്റെ ക്യാരക്ടർ നിവിൻ്റെ മകൻ നടന്നു പോകുമ്പോൾ എൻ്റെ ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗുണ്ട്, ആ ഉരുണ്ടുരുണ്ട് പോകുന്നത് താൻ തന്നെയാണ്. അന്ന് തന്നെ മനസ്സിലാക്കാൻ, തൻ്റെ സ്വപ്നങ്ങൾ മനസ്സിലാക്കാൻ ആളുകളുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അവന് താനുണ്ട്. അത് അവൻ്റെ ഭാഗ്യമല്ല, തൻ്റെ ഭാഗ്യമാണ്. ഒരച്ഛന് മകന് നിവർത്തിച്ചു കൊടുക്കാൻ, മകൻ്റെ സ്വപ്നങ്ങളെ നിവർത്തിച്ചു കൊടുക്കാൻ അവസരമുണ്ടാവുക എന്നുള്ളത് അച്ഛൻ്റെ ഭാഗ്യമാണ്. അതാണൊരു പിതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അത് മകൻ്റെ ഭാഗ്യമല്ല. അതാണ് സിനിമ പറയുന്നത്. ആ ഒരു സ്നേഹത്തിലേക്കും സാത്മ്യത്തിലേക്കും ഈ സിനിമ വളരുമ്പോഴാണ് ഇതൊരു ഗ്രേറ്റ് സിനിമയാവുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഷൈൻ്റെ ഒരു പേഴ്സണൽ ലെവലിൽ ഷൈനിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഷൈൻ്റെ കൂട്ടുകാരാണ് ആ സിനിമയിൽ നിവിൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ. ഷൈൻ കണ്ടല്ല, എനിക്ക് പലവേള തോന്നിയിട്ടുണ്ട് ഷൈൻ തന്നെയാണ് നിവിൻ ചെയ്ത കഥാപാത്രം. ഷൈൻ്റെ മകൻ തന്നെയാണ് ആ സിനിമയിലും ഷൈൻ്റെ മകൻ ചെയ്ത കഥാപാത്രം. അപ്പോൾ അയാളുടെ ജീവിതത്തോട് അത്ര തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അതിനകത്ത് ഒരുപാട് സീനുകളിൽ എന്തോ അതൊക്കെയാണ് നമുക്ക് ഒരു ആക്ടർക്ക് കിട്ടുന്ന ഡിവൈനായിട്ടുള്ള ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ക്രിക്കറ്റുമായിട്ട് ടച്ച് വിട്ടിട്ട് എനിക്ക് 20 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് പോലും ഞാൻ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഫ്രണ്ട് ഫുട്ട് വെച്ച് ഇങ്ങനെ ആയിരിക്കണം കൈ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നിടത്ത് എന്തോ ഒരു താളത്തിൽ ഇതങ്ങ് വന്നതാണ്. ഹൗ ടു പ്ലേസ് ദ ബോൾ എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ അങ്ങ് എന്തോ ഒരു കോച്ച് വന്ന് പഠിപ്പിച്ചൊന്നുമല്ല. അപ്പോൾ ഷൈനിൻ്റെ അടുത്ത് വന്നത് ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഡിഫൻസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ, അതുപോലെ കവർ ഡ്രൈവ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സാധനത്തിൽ ഷൈനിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട്, സാർ ഇത് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് സാർ. ഞാൻ പറഞ്ഞു എനിക്ക് പലതുമാണ്, ഇതെങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല, ഇത് എനിക്ക് ആരും പറഞ്ഞു തന്നതുമല്ല, അല്ലെങ്കിൽ എനിക്കിത് അറിയാവുന്നതുമല്ല, ഞാനൊരു കവർ ഡ്രൈവ് എക്സ്പേർട്ടോ ഒന്നുമല്ല, എനിക്ക് മിഡ് ഓണിലേക്ക് പായിക്കാൻ അറിയില്ല, എനിക്ക് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാനൊന്നും പക്ഷേ ദറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ദാറ്റ് ഇസ് എ ഡിവൈനിറ്റി ദറ്റ് എനി ആക്ടർ ക്യാൻ ആസ്പയർ ഫോർ. അത് ചിലപ്പോൾ കിട്ടുന്നതാണ്, ചിലപ്പോൾ കിട്ടാറില്ല. അതൊരു പോയിൻ്റാണ്. അത് ചില സിനിമകൾ സംഭവിക്കും. അങ്ങനെ ഒരു അസുലഭമായി കിട്ടുന്ന സിനിമയും അസുലഭമായി കിട്ടുന്ന ഒരു ക്യാരക്ടറൈസേഷനുമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ സിനിമകൾ സ്ഥിരമായി കാണുന്ന ആളുകൾ എന്നുള്ളതല്ല, അതിനപ്പുറം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അത് പല സിനിമകളിലും കിട്ടും. ഇപ്പം എൻ്റെ കൂടെ സ്ഥിരമായി അഭിനയിക്കുന്ന ആളുകൾ ചില സിനിമകളിൽ വരുമ്പോൾ സിനിമ വർക്കൗട്ടാവാതെയുണ്ട്. അതിൻ്റെ കാരണം ഞങ്ങളെല്ലാം അവിടെയും കൂട്ടുകാരല്ലേ. പക്ഷേ അതൊന്നും അല്ല കാര്യം. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂട്ടാണോ കൂട്ടല്ലയോ എന്നുള്ളത് വിഷയമല്ല. ഞങ്ങൾ കൂട്ടായി ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ധാതു, റോ മെറ്റീരിയൽ ഓക്കെ ആണോ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് അൾട്ടിമേറ്റ്ലി ഇത് സ്ക്രീൻ പ്ലേയിലാണ് നിൽക്കുന്നത്. ആ സ്ക്രീൻ പ്ലേ ഓക്കെ ആണെങ്കിൽ ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇത് വിഷ്വലൈസ് ചെയ്യാൻ, ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇത് പെർഫോമൻസ് കൊണ്ട് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് തേച്ച് മിനുക്കി എടുക്കുക. ഇതെല്ലാം തിരക്കഥയിലുണ്ടെങ്കിലേ നടക്കും. സോ ഷൈൻ അത് വളരെ വ്യക്തമായിരുന്നു. ഷൈൻ്റെ സീൻ ഓർഡറുകൾ വ്യക്തമാണ്. ഷൈൻ ഇന്ന ക്യാരക്ടർ ഇന്ന സമയത്ത് ഇത് പറയുന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അതിൽ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ഒരു വലിയ കാരണം എനിക്ക് തോന്നുന്നു ഷൈനേക്കാൾ വലിയൊരു സച്ചിൻ തെണ്ടുൽക്കർ ഫാൻ ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ അത്രയധികം സച്ചിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതാണ് എനിക്കും. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരാളാണ് സച്ചിൻ തെണ്ടുൽക്കർ. നോട്ട് ഓൺലി ആസ് എ ക്രിക്കറ്റർ, ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ സ്പോർട്സ്മാൻ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് കളിക്കളത്തിലുള്ള സച്ചിൻ്റെ പെരുമാറ്റമാണ്, ഡിമീനർ. അത് ഭയങ്കര എന്താ പറയുക, അനുകരണീയമായ ഒരു കാര്യമാണ്. ഇവരൊക്കെ വന്നിട്ട് ഓസ്ട്രേലിയൻ പേസ് ബോളർ ഉണ്ടല്ലോ, അയാളൊക്കെ വന്ന് ഇയാളെ ചീത്ത വിളിക്കുന്നു, കൊഞ്ഞനം കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അവിടുന്ന് അപ്പുറത്തെ ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നു. സച്ചിൻ ചിരിക്കത്തുമില്ല, ഒന്നും പ്രശ്നമില്ല. സച്ചിൻ ആകെ ചെയ്യുന്ന മേലേക്ക് നോക്കും, ചേട്ടാ ഓക്കെയുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ ഒന്ന് നോക്കും. ഇങ്ങനത്തെ പരിപാടികളേ ഉള്ളൂ. അതുപോലെ ഒരു അമ്പയറിൻ്റെ ഡിസിഷൻ മാനിക്കുന്നത്.
സച്ചിൻ അയാളുടെ പിന്നെ വിവാഹ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള ഡെക്കോറം, ഒരു തരം സ്കാൻഡലസ് ആയിട്ടുള്ള കാര്യത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ഒരു സ്കാൻഡലസ് ആയിട്ടുള്ള റിമാർക്ക് അയാൾ പറയില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലുള്ള ഇപ്പം വളരെ എലക്വൻ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ വ്യക്തത ഉണ്ടാകും, ക്ലിയർ ആയിരിക്കും. അതൊരു തരത്തിലും ഒരു ഡ്യൂബിയസ് നേച്ചറായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് നയങ്ങളുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സച്ചിൻ പറയാറില്ല. സോ അതൊക്കെ നമുക്ക് സെലിബ്രിറ്റീസിനെ വെച്ച് നോക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ആരാധന തോന്നുന്ന നിമിഷങ്ങളാണ് സച്ചിൻ്റെത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സച്ചിനെ പിന്നെ അതിജീവിച്ചെടുത്ത ഒരു സിനിമയാണത്. അപ്പോൾ അത് ആ ഒരു എൻ്റെ അടുത്ത് പടം കാണുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പല സമയത്ത് രോമാഞ്ചം ശരിക്കും സച്ചിൻ്റെ ഇത് പറയുമ്പോൾ ഞാൻ തന്നെ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആ സമയം പറയുമ്പോഴേ ഞാൻ ഷൈൻ്റെ അടുത്ത് പറയും, ഷൈൻ ഇത് തിയേറ്ററിൽ ഭയങ്കര റെസ്പോൺസ് ഉളവാക്കുന്ന കാര്യമായിരിക്കും. ഇവിടെ എന്താ പറയുക, നമ്മുടെ ചില നിരൂപകർക്ക് ഉണ്ട് എല്ലാത്തിനോടുമുള്ള പുച്ഛം, അതെന്ത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ ഇയാൾ പറയുന്നുണ്ട്, ചിലർ മോഹൻലാൽ കൊള്ളാം, മറ്റേ എന്താണ് ബച്ചൻ അഭിനയിക്കും കുഴപ്പമില്ല, അല്ല തെണ്ടുൽക്കർ ഫ്ലൂക്ക്, ഇതൊക്കെ ഈ സ്വന്തമായി ഒന്നും ആവാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഇതിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ അവരോട് സിമ്പതിയാണ് തോന്നുന്നത്. അത്തരം നിരൂപകരോടും അത്തരം വിമർശകരോടും നമുക്ക് സിമ്പതി മാത്രമേ തോന്നുന്നു. കാര്യം ഒരിക്കലും ആവാൻ കഴിയാതെ പോകുന്ന ചില തട്ടങ്ങളിലേക്ക് മറ്റ് പലരും കയറി വരുമ്പോൾ സഹിക്കാനാവാതെ പറയുന്ന കാര്യങ്ങൾ. അവിടെയാണ് ക്രിട്ടിക്സ് എന്ന് പറയുന്ന രീതി, അവിടെയാണ് സച്ചിനെ നമ്മൾ വീണ്ടും ഇതാകുന്നത്. സച്ചിൻ അത്തരം സന്ദർഭങ്ങളിൽ പോലും മറ്റൊരാളുടെ കുറിച്ച് പറയുമ്പോൾ പോലും അദ്ദേഹം കീപ്പ് ചെയ്യുന്ന മാനങ്ങൾ, അതാണ് ക്ലാസ്, അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. ആ കൾച്ചറിലേക്ക് ഇറങ്ങി വരാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളതും കൂടിയാണ് ഈ സിനിമ പറയുന്നത്. അല്ല, ഇതൊരു ക്രിക്കറ്റ് പടമല്ല, ഇതൊരു പ്രണയകഥയാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊരു അങ്ങനെ ആദ്യമേ അവരത് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഷൈൻ വളരെ ക്ലിയറാണ്. ഇത് ക്രിക്കറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലം. അതിനുള്ളിലൂടെ ഒരു വലിയ ഭയങ്കര രസമുള്ളൊരു കുടുംബകഥ പറയുന്നുണ്ട്, രസകരമായൊരു പ്രണയകഥ പറയുന്നുണ്ട്, നല്ല പാട്ടുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി ഇത് ക്രിക്കറ്റിൻ്റെ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. അത് ഓഡിയൻസ് അറിയണം. എന്നാൽ അവിടെ ഒരു പറ്റിക്കലിൻ്റെ ആവശ്യമില്ല. അവരെ പറ്റിച്ച് ഇതൊരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്, ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരേണ്ട കാര്യം അവിടെയില്ല. ഷൈൻ ആദ്യം മുതലേ വളരെ ഓണസ്റ്റാണ്, സിൻസിയറാണ് ഈ സിനിമയിൽ. അപ്പോൾ ആ ഓണസ്റ്റി അയാളുടെ പ്രൊമോയിലും അയാളുടെ പോസ്റ്ററിങ്ങിലും ഉണ്ടാവണം എന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. ഇത് ക്രിക്കറ്റിനെ കുറിച്ച് പടം വേറെ ഒന്നുമല്ല, പക്ഷേ ക്രിക്കറ്റിനെ കുറിച്ച് പടമാണെങ്കിലും ഇത് നമ്മളെ എല്ലാം സംബന്ധിക്കുന്ന ഒരു സിനിമയാണ്. ഇന്ത്യക്കാരന് ഇതിൽ നിന്ന് എസ്കേപ്പ് ഇല്ല. ഇതൊരു ഇന്ത്യൻ സിനിമയാണ്. ഇത് എല്ലാ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യാവുന്ന സിനിമയാണ്, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും. കാരണം ക്രിക്കറ്റ് ജ്വരമില്ലാത്ത ഒരു സംസ്ഥാനം പോലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടാവണം എന്നുള്ള ഇതുള്ളതുകൊണ്ടാണ് ഷൈൻ അങ്ങനെ തന്നെ ചെയ്തത്.